സയ്യിദുനാ ഈസ, ഏറ്റവും പ്രധാനിയല്ലേ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ഇദാ റആഹു അദുല്ലാഹ് യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ആ മനുഷ്യനെ കണ്ടാൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവായ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുകും പോലെ ഉരുകുമെന്ന് ഹബീബായ നബി. ആരമോന വമറിയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ വനഫഖനാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. തഹ്രീമിൽ പറയുന്നുണ്ട്. ആരമോന? മറിയം ബീവിയുടെ മോന. ആരാ മറിയം ബീവി റളിയല്ലാഹു അൻഹാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ. കുട്ടിയെ ലഭിച്ചപ്പോൾ കുട്ടിയെ നൽകിയത് സയ്യിദുനാ ജിബ്രീൽ വഴി അലൈഹിസ്സലാം. അമ്പിയാക്കൾക്ക് വഹി വരുന്നത് പോലെ അത് വഴിയാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ ലഭിച്ചു. പിന്നെ ഉപായവും പറഞ്ഞു കൊടുത്തു. ചിന്തിക്കും. ആരാണ്? വലിയ സ്വാബിറത്തായിരുന്നു മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ. വലിയ സ്വാബിറത്തായിരുന്നു. മാത്രമല്ല വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. കുഞ്ഞുകാലത്ത് തന്നെ കറാമത്ത് കാണിച്ച വനിതയാണ്, കുട്ടിയാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഫലമ്മാ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു. അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ കുട്ടി തന്നെ നന്നാവാനുള്ള കാരണം എന്താ? ആ കുട്ടിയുടെ ഉമ്മ ആരാ? ഹന്നത്ത് ബീവിയാ റളിയല്ലാഹു അൻഹാ. കുട്ടിക്ക് മറിയം എന്ന് പേര് വെച്ചു എന്നാണ്. എന്താ മറിയം എന്ന് എന്നാൽ അർത്ഥം തന്നെ അൽ ആബിദ, ആരാധിക്കാൻ താല്പര്യമുള്ള പെണ്ണ് എന്ന. ആരാധിക്കുന്നവൾ. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താ പേര്? അൽ ആബിദ മറിയം. സുരിയാനി ഭാഷയിൽ മറിയം എന്ന് പറഞ്ഞാൽ മറിയം അറബിയല്ല, സുരിയാനിയാണ്. അതിന്റെ വകഭേദമാണ് മേരി. മനസ്സിലായില്ലേ? വേറൊരു വകഭേദമാണ് മാരിയത്തുൽ ഖുബ്തിയ. അറിയില്ലേ നിങ്ങൾക്ക്? മുഖൗഖിസ് രാജാവ് ഹബീബായ റസൂലുള്ളാഹിക്ക് 2 പെണ്ണുങ്ങളെ അയച്ചു കൊടുത്തു സമ്മാനമായി. അടിമ പെണ്ണുങ്ങളിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി ഭാര്യയുടെ സ്ഥാനത്താക്കി. അതിലുണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ പെണ്ണിന്റെ പേര് സീരിൻ എന്നായിരുന്നു. ആ പെണ്ണിനെ ഹസ്സാൻ ബിൻ സാബിത്ത് നൽകി വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. മാരിയ എന്നാണ് എന്ന് പാട്ട് പാടിയ ഹസ്സാൻ നൽകി ഒരു പെണ്ണിനെ. മേരിയാണ് മാരിയ. ആ പെണ്ണിനെ സ്വന്തം ഭാര്യയെ പോലെ ഹബീബ റസൂലുള്ളാഹി ഭാര്യ പദവി നൽകി. ഭാര്യയുടെ അത്ര പദവി നൽകി, അലങ്കരിച്ചു. എന്നല്ല, ഭാര്യയേക്കാൾ പദവി നൽകി. മുസ്തഫായ നബിക്ക് ഖദീജ ബീവി കഴിഞ്ഞാൽ ആകെ പിന്നെ കുട്ടിയുണ്ടായത് മാരിയയിൽ നിന്നാണ്. വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മറ്റു ഭാര്യയേക്കാൾ ഒരു നിലക്ക് പദവിയുണ്ട്. ആർക്ക്? മാരിയത്തുൽ ഖുബ്തിയ്യ റളിയല്ലാഹു അൻഹാ. വളരെ നമ്മൾ ചിന്തിക്കണം. മറിയം അൽ ആബിദ, ആരാധിക്കുന്ന പെണ്ണ്. പഴയ കാലത്ത് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيدها بك وذريتها من الشيطان الرجيم. ഇമ്രാന്റെ ഭാര്യ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ
ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ബാപ്പ മരിച്ചു പോയിരുന്നു ഇമ്രാൻ. പിന്നെ കുട്ടി പൂർണ്ണമായും ആരെ ചുമതലയിലായി? ഹന്നത്ത് ബീവിയുടെ. ഹന്നത്താണ് അതുകൊണ്ട് പേര് വെച്ചത്. സത്യത്തിൽ കുട്ടിക്ക് പേര് വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പറ, ആർക്കാണ്? ബാപ്പാക്കാണ്. എന്നാൽ ഇവിടെ ഉമ്മ പേര് വെച്ചു. കാരണം ഉപ്പയുടെ ഭാഗത്ത് ആരുമില്ല. അപ്പോൾ പിന്നെ ആ കാര്യം ആരേറ്റെടുത്തു? ഉമ്മ. എന്താ പേര് വെച്ചത്? അൽ ആബിദ എന്നർത്ഥമുള്ള മറിയം. ഇതും നമ്മൾ ശ്രദ്ധിക്കണേ. ഇന്നാ രീതിയും നമ്മളെ നാട്ടിൽ നിന്ന് അസ്തമിച്ചു. ഇപ്പോൾ ലേശം മടങ്ങി വരുന്നതായി കാണുന്നുണ്ട്. പറ്റേ പോയി. വീണ്ടും വളരെ ചിന്തിക്കണം. കുട്ടികൾക്ക് പേര് വെക്കുന്നതിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. എന്തിന്? അഖീഖത്ത് അറുക്കുന്നതിൽ സ്വാധീനമുണ്ടെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അഖീഖത്ത് അറുക്കുന്ന ഇറച്ചി വേവിച്ച് കൊടുക്കുമ്പോൾ ആ ഇറച്ചിയിൽ കുറച്ച് കാരക്ക ഇടണം, മധുരക്കാരക്ക. എന്തിന്? അത് കുട്ടിയുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കും. കുട്ടിയുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിലൊക്കെ സ്വാധീനങ്ങളുണ്ടല്ലോ. വളരെ ചിന്തിക്കണം. പേര് സ്വാധീനം ഉണ്ടാവുമല്ലോ. നോക്കൂ നിങ്ങൾ, നഫീസ എന്ന പേരുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് 40 വയസ്സിന് താഴെയുള്ള ആണുങ്ങൾ, 40 വയസ്സിന് താഴെയുള്ളവർ, 40 വയസ്സിന് താഴെയുള്ള ആണുങ്ങൾ, എൻ്റെ മോൾക്ക് ഞാൻ നഫീസാന്ന് പേരിട്ടിട്ടുണ്ട് എന്ന് പറയാവുന്നവർ ഒന്ന് കൈപൊക്കി. 40 വയസ്സ്. 1 2. എത്ര വയസ്സായി കുട്ടിക്ക്? എത്ര? 2. 5 വയസ്സായി. നല്ലത്. എത്ര? 8 വയസ്സ്. മാഷാ അല്ലാഹ്. പിന്നെ 2 ആളുണ്ട്. 3. അന്നു ബേഗോണത്തിനോടും തേട്ടാമിൻ പകരത്തെ അഹദവല്ലി ഖാനവർക്ക് നൽകിയിടത്തന്നുത്തേ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്യിപ്പിച്ചിരുന്ന പെണ്ണായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. നല്ലവരുടെ അപദാനങ്ങൾ നമ്മളെ വീടുകളിൽ പറഞ്ഞിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. നല്ലത് ചൊല്ലുവാൻ സനത്തിനാല് 100 ചാദർ 10 ജബദാനിൽ പക്കായ മക്ക ദിക്കതിൽ ഊദിത്ത് പുന്നിവർമ്മൗ തിഹിജറ 200 ആട്ട് പുരിദ റമളാനിലുള്ളൊരു ജുമുഅനാളിൽ തിട്ട്. നഫീസത്തുൽ മിസ്രിയാൻ റളിയല്ലാഹു ചൊല്ലുവാൻ സനത്തിനാൽ 100 ചദർ 10, 100 ചദർ 10 40. ജബ ജ 3 ബ 2 5 145. ജബദാനിൽ ജ 3 ബ 2 3 2 5 145. ഹിജ്റ 145 മക്കയിൽ ജനിച്ചു ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ബഹുമാനം ഹിജ്റ 145 മക്കയിൽ ജനിച്ചു. മരിച്ചതോ വഫാത്തായതോ പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ട് പുരിദ റമളാനിലുള്ളൊരു ജുമുഅനാളിൽ തിട്ട്. പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ട് എന്നാ. 208 മരിച്ചു. 145 ജനിച്ച് 208 മരിച്ചു. എത്ര വയസ്സുണ്ടാവും? എത്ര ഉണ്ടാവും? 63. ഹബീബിന്റെ വയസ്സ് 63. സിദ്ദീഖുൽ അക്ബറിന്റെ വയസ്സ് 63. നഫീസത്തുൽ മിസ്രിയുടെ വയസ്സ് 63. ഇതിൽ പഠിക്കാല്ലേ? ചിന്തിക്ക്. ഇതിനൊക്കെ വലിയ പാടുണ്ട്. അതുകൊണ്ടാണ് നഫീസ അമൂല്യ. എന്താ അർത്ഥം? അമൂല്യ. നഫീസ അമൂല്യ. നഫീസ അമൂല്യ. അമൂല്യ. വില കണക്കാക്കാൻ കഴിയുകയില്ല. വില കണക്കാക്കാൻ കഴിയാത്ത പെണ്ണ് എന്നായിരുന്നു അർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അത് സ്ത്രീകളുടെ സ്വഭാവത്തെ പോലും ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിരുന്നു. കുടുംബത്തിൽ അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല, ചുരുക്കത്തിൽ ചിന്തിക്കണം. അങ്ങനെയുള്ള നല്ല രീതികൾ നാട് നീങ്ങിയത് നമ്മുടെ കുടുംബത്തെ ദുഷിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഗൗരവപൂർവേണ നാം ചിന്തിക്കേണ്ടതാണ്. നന്മയിലേക്ക് നാം മടങ്ങി വരണം.